നമസ്കാരം. വളരെ വളരെ സന്തോഷം. ഏരീസ് കുടുംബ സംഗമം ആണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. അത് നമ്മളുടെ ഒരു കുടുംബക്ഷേത്രത്തിൽ വെച്ച് തന്നെ, ഈ ഏരീസിൻ്റെ കോംപ്ലക്സിൽ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ആഘോഷം നടത്താൻ സാധിക്കുന്നതിലും അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിലും ഒരുപാട് സന്തോഷം. ഇടവപ്പാതയുടെ മേഘക്കെട്ടുകൾ പുറത്തുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലോകമഹായുദ്ധത്തിൻ്റെ മേഘങ്ങളും ഉരുണ്ടുകൂടുകയാണ്. വരും ദിവസങ്ങളിൽ അതെവിടേക്ക് പോകുമെന്ന് നമുക്കറിയില്ല. എങ്കിലും സമാധാനത്തിൻ്റെ ദിവസങ്ങൾക്കായി പ്രാർത്ഥിക്കാം, അത്രമാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എങ്കിലും ഈ ഒരു സായാഹ്നം സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയുമാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ദുഃഖങ്ങളും എല്ലാം മറക്കാം. ആദ്യം തന്നെ നല്ലൊരു പേഴ്സണൽ സന്തോഷം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കൂടി കടന്നു വരുന്നു എന്നുള്ള സന്തോഷം. ഞാനൊരു ഗ്രാൻഡ് ഫാദർ ആവാൻ പോകുന്നു എന്നുള്ള എൻ്റെ അറിയിപ്പുണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെ കൂടി അറിയിക്കുന്നു. അടുത്ത നമ്മളുടെ ഗെറ്റ് ടുഗദറിന് തീർച്ചയായിട്ടും ആ വ്യക്തിയെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയാം, യങ് ജനറേഷൻ്റെയൊക്കെ സ്വന്തം ആളായ വേടൻ. രണ്ടാമത്തെ വ്യക്തി മൈത്രേയനാണ്. മൈത്രേയൻ്റെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ കിട്ടി. എനിക്ക് സമയം കിട്ടിയില്ല, വളരെ നീണ്ട 1 മണിക്കൂർ വീഡിയോ ആയിരുന്നു. ഇന്നലെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയെ ഞാനിത് മൊത്തം കാണാൻ സാധിച്ചു. മൈത്രേയനെ ഞാൻ റേറ്റ് ചെയ്തേക്കുന്നത് 95% മലയാളികൾക്ക് മനസ്സിലാവാത്തൊരു വ്യക്തി, എങ്കിൽ 5% അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി. കാര്യം മൈത്രേയൻ്റെ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കുറേ പേർക്ക് മനസ്സിലാവുന്നില്ല. അതാണൊരു പ്രശ്നം. ഞാൻ ആ അവസാനത്തെ ഒരു 5 കാറ്റഗറിയിലാണ്. അദ്ദേഹത്തിൻ്റെ 95% എനിക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള 5%-നകത്ത് അദ്ദേഹം എവിടെയോ കൺഫ്യൂഷൻ നിൽക്കൊണ്ട് നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇന്നലത്തെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്കെല്ലാം അറിയാവുന്ന ഹാഷ്മി എന്ന് പറയുന്ന മീഡിയ ലോകത്തിലെ ഒരു വൻപുലി, അദ്ദേഹത്തിനെയും രാഹുൽ ഈശ്വറിനെയും ഈ മൈത്രേയൻ വലിച്ചു കീറി ഒരു ഭിത്തിയിലൊട്ടിക്കുന്നൊരു വീഡിയോ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ കാണുന്നത്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്വയം ഒരു വിലയിരുത്തൽ നടത്തിയപ്പം അദ്ദേഹം പറഞ്ഞത് മനസ്സിലാവാത്ത 2 പേര് അവിടെ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ അദ്ദേഹം കാണുന്നതിൻ്റെ അപ്പുറം നമ്മളത് പ്രാവർത്തികമായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കാതലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയുടെ കാഴ്ചപ്പാടിൽ 1 വേൾഡ് 1 റിലിജിയൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ പുള്ളി പോകുന്നതാണ്. പുള്ളി ഇടയ്ക്ക് സന്യാസത്തിലേക്കൊക്കെ പോയി പിന്നെ തിരിച്ചു വന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് 1 വേൾഡ് 1 റിലിജിയൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിലായിരുന്നു തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. 100 കണക്കിന് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യ ഇന്ന് ഒറ്റ രാജ്യമാണ്. യൂറോപ്പിൽ മൊത്തം ലോകമഹായുദ്ധങ്ങളൊക്കെ നടന്ന യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിലാണ്. അവിടെ ഇന്ന് ഷെങ്കൻ സ്റ്റേറ്റിൽ ഒരു വിസയിൽ നമുക്ക് പോകാൻ പറ്റും. അതൊക്കെ സാധിക്കുമെങ്കിൽ നാളെ ഒരു ലോകം പണിതുകൂടെ എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു 1 വേൾഡ് 1 റിലിജിയൻ്റെ കാഴ്ചപ്പാട് തുടങ്ങിയിട്ട് നമ്മൾ കുറേ നാളായി. ഇന്ന് ഏരീസിന് ഏതാണ്ട് 30ഓളം രാജ്യങ്ങളിൽ ഓഫീസുണ്ട്. നമുക്ക് 120ഓളം രാജ്യങ്ങളിൽ ക്ലയൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ ക്ലയൻസിനും നമ്മളെ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് രാജ്യത്തിൻ്റെ അതിരുകളൊന്നുമില്ല. എവിടെയോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ നടക്കുന്ന ജോബ് ഇവിടെ ഐക്യരക്കോണത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് രാജ്യത്തിൻ്റെ അതിരുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നീട് അവിടെ നടന്ന ആ കോൺട്രവേഴ്സിയിൽ, അവിടെ നടന്ന ചർച്ചയിൽ മൈത്രേയൻ പറയുന്നത് കുടുംബം പിരിച്ചുവിടണം. 18 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിലേരെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, കുടുംബം തന്നെ പിരിച്ചുവിടണം. അദ്ദേഹം അത് 20 വയസ്സായപ്പം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു കാഴ്ചപ്പാടില്ല. തീർച്ചയായിട്ടും ലോകത്ത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ കുടുംബം പിരിച്ചുവിടാതെ ഇങ്ങനെ ചേർത്ത് കൊണ്ട് നടക്കുന്നത്. നമ്മൾ ആക്ച്വലി നമ്മളുടെ കുടുംബ ബന്ധങ്ങളെ കുറേ കൂടെ ചേർത്ത് പിടിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ എണ്ണം കൂട്ടുന്നു, കുടുംബത്തിൻ്റെ ആ ഒരു ഒത്തൊരുമ കൂട്ടുന്നു. നമ്മളുടെ കുട്ടികളെ അഴിച്ചു വിടാനല്ല ഉദ്ദേശിക്കുന്നത്. അവരെ ചേർത്ത് പിടിച്ച് അവരെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് താങ്ങും തണലുമായി അവരുടെ അവസാന കാലഘട്ടം വരെയും എത്തിക്കുവാനുള്ള ശ്രമമാണ് ഏരീസ് നടപ്പിലാക്കുന്നത്. അവിടെയാണ് മൈത്രേയനും നമ്മളും തമ്മിൽ ചില വിയോജിപ്പിലേക്ക് പോകുന്നത്. പിന്നെ ഏറ്റവും കാതലായ ഒരു മറ്റു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിലുള്ളതാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ പറയുന്നത് സെയിം തന്നെയാണ്. നമ്മളുടെ കൺവെൻഷണൽ മെത്തേഡിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതത്തിലൂടെ പഠിച്ച ലോജിക്കിൽ വെച്ചിട്ടാണ്
കൺവെൻഷണൽ മെത്തേഡിൽ പഠിച്ചു വന്ന ഹാഷ്മിയെയും രാഹുൽ ഈശ്വറിനെയും അദ്ദേഹത്തിന് വലിച്ചു ഒട്ടിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്നാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ സപ്ലിമെൻ്ററി എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ടാണ് അതിനെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ അനൗൺസ് ചെയ്തു നമ്മളൊരു പുതിയ മെത്തേഡ് തുടങ്ങുകയാണ്, പുതിയ സ്കൂൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. നമ്മൾക്ക് വേണ്ടത് സാധാരണ കാണുന്നത് പോലെ ഒരു സ്കൂളോ ഒരു ക്യാമ്പസോ ഒന്നുമല്ല. നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ കുട്ടികളെ അടുത്ത തലത്തിലേക്ക് വാർത്തെടുക്കുവാൻ പറ്റുക, ഏറ്റവും ബെസ്റ്റ് പൗരന്മാരായിട്ട്, ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിക്ക് പറ്റിയ ആൾക്കാരായിട്ട് വാർത്തെടുക്കുവാൻ വേണ്ടി ഈ അക്ബറിൻ്റെ ഭരണപരിഷ്കാരമൊന്നുമല്ല നമുക്ക് വേണ്ടത്, സൈൻ തീറ്റയും കോസ് തീറ്റയും അല്ല. അവരറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള തുടക്കം എന്ന നിലയിലാണ് നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റെടുത്തത്. ക്രിക്കറ്റിലൂടെ നമുക്ക് അവരെ എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ കലാകാരന്മാരാക്കിക്കൊണ്ട് അവരെ വാർത്തെടുക്കാം, അവരുടെ ബ്രെയിനിനെയും അവരുടെ ആക്ഷൻസിനെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് അവരുടെ സോഫ്റ്റ് സ്കില്ലിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവരെ ഒരു യൂസ്ഫുൾ വ്യക്തിയായിട്ട് മാറ്റാം. അല്ലാതെ കുറേ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് പഠിക്കുന്നൊന്നും അല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സമയം കളയുന്ന, കാണാതെ പഠിച്ച് സമയം കളയുന്ന, അതുകൊണ്ട് ഒരു ഗുണവുമില്ലാതെ പോകുന്ന കാര്യങ്ങളെ വളരെ ചുരുക്കം സമയത്തിലേക്ക് മാറ്റി ലാഭിക്കുന്ന സമയം മറ്റ് സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ റിലയൻസുമായിട്ട് ചേർന്നിട്ട് എംബൈബ് എന്ന് പറയുന്ന അവരുടെ ഒരു സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലൈസൻസ് നമ്മളിപ്പോൾ ഒരു സ്കൂളിന് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തത്. രണ്ടാമത്തെ ലൈസൻസ് നമ്മൾ ഇവിടുത്തെ തിയേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റില്ല, നമ്മളുടെ നാട് മാറ്റാൻ പറ്റും. അപ്പം അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ പ്രൊജക്ടറും കൂടി, സെപ്പറേറ്റ് പ്രൊജക്ടർ വേണം. ആ പ്രൊജക്ടറൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെല്ലൂരുള്ള എല്ലാ വ്യക്തികൾക്കും ആദ്യത്തെ പ്രിഫറൻസ്, അതുകൂടാതെ ഇതിൽ സ്പേസ് ഉള്ളിടത്ത് മറ്റു കുട്ടികൾക്കും കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് എഡ്യൂക്കേഷൻ മേഖലയിൽ പോകുന്നുണ്ട്. ഇനി മൈത്രേയൻ പറഞ്ഞ ലാസ്റ്റ് തർക്കം നടന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, അത് ലഹരിക്കെതിരെയുള്ള ഒരു വാഗ്വാദമായിരുന്നു. അതിൽ മൈത്രേയൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, ലഹരിക്കെതിരെ നിയമങ്ങൾ വരുമ്പോൾ അതിൻ്റെ വിൽപ്പന കൂടുകയാണ്. കാര്യം എവിടെ എന്ത് തടസ്സങ്ങൾ ഉണ്ടാകുന്നു അവിടെ ഡിമാൻഡ്സ് കൂടും, അതിൻ്റെ പ്രൈസസ് കൂടും. അവിടെ പ്രോഫിറ്റ് കൂടുതൽ കാണുമ്പോൾ അത് വിൽക്കുവാൻ വേണ്ടി ആൾക്കാരെത്തും. അപ്പോൾ അവിടെയാണ് ബോധവൽക്കരണത്തിലൂടെ അത് തുറന്നു വെച്ച് കഴിഞ്ഞാലും എടുക്കാത്ത രീതിയിലേക്ക് നമ്മളെ മാറ്റണം. നമ്മൾക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റില്ല, ഇവിടുത്തെ ഡ്രഗ്സ് മുഴുവൻ മാറ്റാൻ പറ്റത്തില്ല, മറ്റ് ലഹരികൾ മാറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ കുടുംബാംഗങ്ങൾ ലഹരിയിലേക്ക് പോകാതെ മാറ്റേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതിനുള്ള ഡ്രൈവ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മളുടെ കുടുംബത്തിലെ ഒരു കുട്ടി പോലും ലഹരിക്ക് അടിമപ്പെടാതിരിക്കുക. അത് കുട്ടികൾ മാത്രമല്ല, കുട്ടികൾക്ക് മാതൃകയാവുന്ന മാതാപിതാക്കളും സഹോദരന്മാരും എല്ലാം ലഹരിയിൽ നിന്നും മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണമാണ്. നമ്മളുടെ ഓരോ കുട്ടിയെയും അതിൻ്റെ വോളണ്ടിയേഴ്സാക്കി മാറ്റുന്ന ഒരു സിസ്റ്റമാണ്. അല്ലാതെ നമുക്ക് ഇവിടുത്തെ നിയമങ്ങൾ മാറ്റുവാനോ ഇവിടുത്തെ ലഹരി വിൽപ്പന നിർത്തുവാനോ സാധിക്കില്ല. അതിനുള്ള ബോധവൽക്കരണത്തിലൂടെ വെറുതെ മുന്നിൽ ലഹരി വന്നാൽ പോലും അത് എടുക്കാത്ത രീതിയിൽ നമ്മളുടെ കുട്ടികളെ മാറ്റിയെടുക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് പോകുന്നത്. ഇത് മൈത്രേയൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മൈത്രേയൻ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ മലയാളിയുടെ ഏറ്റവും ക്രീമായിട്ടുള്ള 5%ലും അല്ല, നമ്മൾ അതിന് മുകളിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് പറച്ചിൽ മാത്രമല്ല, നമ്മളത് പ്രാവർത്തികമാക്കുകയാണ്. അതാണ് ഏരീസ്. ആ ഏരീസിലൂടെ ഇനി മറ്റുള്ളവരും ആ പാത പിന്തുടരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ആനിവേഴ്സറിക്ക് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഇവിടുത്തെ കലാസന്ധ്യ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു ആദ്യത്തെ നൃത്തങ്ങൾ കണ്ടപ്പോൾ തന്നെ തോന്നിയത്. എൻ്റെ വൈഫ് നല്ലൊരു നർത്തകിയാണ്. എൻ്റെ അടുത്തിരുന്ന് ആദ്യം പറഞ്ഞത് എന്ത് മനോഹരമായിട്ടാണ് കുട്ടികൾ ഡാൻസ് ചെയ്യുന്നതാണ്. ഈ വർഷം ആനിവേഴ്സറികളുടെ ഒരു മത്സരം നടക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് ഖത്തറിൻ്റെ ഒരു മത്സരം കൂടെയുണ്ട്. ഇതിൽ ആരാണ് ഏറ്റവും മികച്ചതാവാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പം ഓരോന്ന് കഴിയുമ്പോഴും മികച്ചതായി വരികയാണ്. ഇന്ന് ഈ കുട്ടികളുടെ ആദ്യത്തെ നൃത്തം കണ്ടപ്പോൾ തന്നെ എത്രമാത്രം എഫേർട്ട് അവിടെ ഇട്ടിട്ടുണ്ട്, എത്രമാത്രം കലാകാരന്മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വർഷം കലാരംഗത്ത് വളരെ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി, കാര്യം നമുക്ക് സോഫ്റ്റ് സ്കില്ലിൻ്റെ ഒരു പാർട്ട് കൂടി തന്നെയാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ ഒരു ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഡാൻസ് ചെയ്താൽ എന്താണ് നിങ്ങളുടെ ക്യാരക്ടറെ മാറ്റുന്നതെന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് എത്രയോ നാളത്തെ പരിശീലനം വേണം, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. ആ സിങ്ക്രണൈസ് ചെയ്ത് ഒരു ശരീരത്തിന് മൂവ്മെൻറ്റ്സ് വരണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെമ്മറിയുമായി കണക്റ്റഡാണ്. നന്നായി ഡാൻസ് ചെയ്യുന്നൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും മെമ്മറി അവരറിയാതെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, എക്സ്പ്രഷൻ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, സ്റ്റേജ് ഫിയർ മാറുന്നുണ്ട്. ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് മാറാനുള്ള ഒന്നാണ് ഈ കലാപ്രവർത്തനങ്ങൾ. അത് ഡാൻസ് മാത്രമല്ല, മറ്റ് പ്രവർത്തനങ്ങളുണ്ട്. 2000 നമ്മൾ തുടങ്ങിയതാണ്. ഗൾഫിലേക്ക് മിക്കവാറും എല്ലാ യൂത്ത് ഫെസ്റ്റിവൽസും തുടങ്ങിയത് ഏരീസ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഏരീസിനുള്ളിൽ തന്നെ കലാകാരന്മാരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാര്യം അത്രയ്ക്ക് കലാകാരന്മാരായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കലാനിലയം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരണം. അതിനുള്ള ശ്രമമാണ് ഈ ഒരു വർഷം നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു.
ഇനി മുതൽ ഓരോ സ്ഥലത്തെയും ആനിവേഴ്സറി ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത്. 2 വർഷം കൂടുമ്പോൾ ഒരു മെഗാ ആനിവേഴ്സറി ഉണ്ടാവും. നെക്സ്റ്റ് ആനിവേഴ്സറി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓരോരോ ഡിവിഷൻസിൻ്റെ വൈസ്. കാര്യം ഒരുപാട് കുട്ടികൾക്ക് അവസരം വരണം. ഇതുപോലൊരു ഫംഗ്ഷനിൽ വെച്ചിട്ട് കുറച്ച് കുട്ടികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. അവരുടെ എല്ലാ കലയും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ഒരു ടാലൻറ്റ് ഹണ്ടിന് വേണ്ടി ഒരു വർഷം നമ്മൾ മാറ്റിവെക്കും. നെക്സ്റ്റ് ഒരു മെഗാ ഈവൻറ്റ് നടത്തും. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് രീതിയിലായിരിക്കും ഈ വർഷം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത വർഷം നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കലാമത്സരമായിരിക്കും ഒരു പക്ഷേ ഇവിടെ. അതിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല. വരുന്ന ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ തീരുമാനം ഉണ്ടാകും. ഖത്തറിൻ്റെ ആനിവേഴ്സറി കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ തീരുമാനിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക. ഒരിക്കൽ കൂടി ഈ ഒരു ചടങ്ങിന് വന്ന എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുന്നു എയ്ഡീസിൻ്റെ പേരിൽ. അതോടൊപ്പം തന്നെ ഇതിൽ വരാൻ കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു. ഇതിനോടൊപ്പം സന്തോഷം പങ്കുചേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.